നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് ഹരീഷ് കണാരനാണ്. കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി താങ്കളുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സാമ്പത്തിക തട്ടിപ്പിനെ കുറിച്ച് ഇങ്ങനെ ഉള്ള കഥകളാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഇതിൻ്റെ ഒരു വസ്തുത? അല്ല, ഇത് എന്ന് പറഞ്ഞാൽ നമ്മളെ പിന്നെ ബാദുഷ ചെയ്യുന്നുണ്ട്. ഈ നമ്മൾ തിരക്കായ സമയത്ത് നമ്മളെ പടത്തിൻ്റെ ഡേറ്റുകൾ നോക്കാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്ന ഒരാളാണ് ബാദുഷ. കാരണം ആ സമയത്ത് ഏറ്റവും കൂടുതൽ സിനിമ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് ബാദുഷ ചെയ്യുന്നു. എനിക്കും ഒരുപാട് സിനിമയുടെ ഡേറ്റ്, ബാദുഷേൻ്റെ ഡേറ്റ് ചെയ്യുന്നത് ഭയങ്കര തിരക്കുള്ള സമയമായിരുന്നു ആ സമയത്ത്. പിന്നെ ആ സമയത്ത് ഇപ്പോൾ കുറേ ഡേറ്റ് ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പം അമ്മേന്നൊക്കെ വിളിച്ചിട്ട് അമ്മേലിങ്ങനെ പല സ്ഥലത്ത് ലൊക്കേഷനൊന്നും പരാതി വരുമായിരുന്നു. കാരണം ഹരീഷ് ഇന്ന ദിവസമാണ് ഇവിടെ ജോയിൻ ചെയ്യേണ്ടത്, വന്നില്ല. ചിലപ്പോൾ ചില സിനിമകൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഡേറ്റിൽ നിന്നും ചിലപ്പോൾ അങ്ങോട്ട് മാറിപ്പോകും. ഷൂട്ട് തീരാതെ എന്തെങ്കിലും പ്രശ്നം, എന്തെങ്കിലും മഴയോ എന്തെങ്കിലും വിഷയമായിട്ട് മാറിപ്പോയി കഴിഞ്ഞാൽ അപ്പോൾ ചിലപ്പോൾ മറ്റേ സ്ഥലത്ത് ജോയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവിടുന്ന് അങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നു. അങ്ങനെ അപ്പം നമ്മളെ ബാദുഷയും എല്ലാ പടത്തിലും അപ്പോൾ ഒരുവിധം പടത്തിൻ്റെ കൺട്രോളർ ബാദുഷയാണ്. അപ്പം പിന്നെ ബാദുഷ പറഞ്ഞു, ഡേറ്റ് ഞാൻ ചെയ്തോളാം, വിളിക്കുന്നവരോട് എന്നെ വിളിക്കാൻ പറയും, ഡേറ്റ് ഞാൻ കൈകാര്യം ചെയ്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ബാദുഷ കൈകാര്യം, അപ്പം ഓക്കെ, നമ്മൾ ഇപ്പം എല്ലാ പടവും ബാദുഷയാണല്ലോ, മിക്ക പടങ്ങളും ബാദുഷയാണ് ചെയ്യുന്നത്. അപ്പം ബാദുഷ ഇത് ഹാൻഡിൽ ചെയ്തപ്പോൾ ഓക്കെ, എല്ലാം അങ്ങോട്ടും. പിന്നെ ബാദുഷ ഷെഡ്യൂൾ തിരിച്ചിട്ട് നമ്മൾ 10 ദിവസം കാലത്ത് 5 ദിവസം ഇവിടെ അങ്ങനെ നമ്മൾ പോയി കൊണ്ടിരിക്കുന്നത്, നമ്മൾ അഭിനയിക്കുന്നു. പിന്നെ നമ്മളൊരു കൊറോണയ്ക്ക് മുന്നേ വരെ കൊറോണ ഒരു ഉപചാരപൂർവ്വം ഗുണ്ടാചെയ്യാൻ കഴിഞ്ഞ് പിന്നെ കൊറോണ സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ ഞാൻ ചെയ്ത പടം മെഹൂ മൂസീൻ, പിന്നെ പടച്ചോനെ ഞങ്ങൾ കാത്തുള്ളി, 2 പടങ്ങളാണ് ചെയ്തത്. അതിൻ്റെ ശേഷം പിന്നെ ബാദുഷ തന്നെ, പിന്നെ കൊറോണ കഴിഞ്ഞാൽ ബാദുഷ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, AR എന്ന് പറഞ്ഞ പടത്തിൽ നമുക്കൊരു 40 ദിവസം ഡേറ്റ് വേണമെന്ന് പറഞ്ഞു. ശരിയെന്നും പറഞ്ഞു. ഈ സമയത്തൊക്കെ നമ്മൾ കള്ളൻ ഡിസൂസ എന്ന് പറഞ്ഞ പടം ഷൂട്ട് ചെയ്യുന്നു, പിന്നെ കൊറോണയ്ക്ക് മുമ്പ്. താങ്കളുടെ ഡേറ്റൊക്കെ അപ്പോൾ പുള്ളി തന്നെയായിരുന്നു തീരുമാനിച്ചുകൊണ്ടിരുന്നത്? ബാദുഷയെന്ന് തീരുമാനിച്ചുകൊണ്ടിരുന്നത്. പല കൺട്രോളർമാരും ഡേറ്റിന് വേണ്ടിയിട്ട് ബാദുഷേനെ വിളിക്കേണ്ട ഒരു പരിപാടി വന്നിട്ടുണ്ടായിരുന്നു. അത് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. കാരണം അപ്പം ആ സമയത്ത് പിന്നെ കള്ളൻ ഡിസൂസ നമ്മൾ മരട് ഫ്ലാറ്റ് പൊളിക്കുന്ന ആ ഒരു സമയത്ത് സൗബിന അതിൻ്റെ ഒരു ടെൻഷനിൽ നമ്മൾ ആ പടം ഷൂട്ട് ചെയ്യുന്നത്. ആ സമയത്താണ് ബാദുഷ, എനിക്ക് തോന്നുന്നു, ഒബ്രമാളിൻ്റെ ബാക്കിലൊരു സ്ഥലം കണ്ടുവച്ചിട്ട് അതിന് എന്തോ അഡ്വാൻസ് കൊടുത്ത് രജിസ്ട്രേഷൻ സമയമായി. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഹരീഷ് എനിക്ക് അർജൻറ്റായിട്ടൊരു 20 ലക്ഷം കടം തരണം, ഞാൻ തിരിച്ചിട്ടുതരാം, ഒരാഴ്ചേനെ കൊണ്ട് തിരിച്ചിട്ടുതരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ സ്വാഭാവികമായിട്ട് നമ്മളെ എല്ലാ കാര്യങ്ങളും നമ്മൾ എത്ര വർഷം മുമ്പാണ്? ഒരു 4 വർഷമായി ഉണ്ടാവും. സ്വാഭാവികമായിട്ട് നമ്മൾ പിന്നെ അത്രയും നമ്മളെ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് നമ്മളെ കൂടെ നിൽക്കുന്ന ഒരാൾ, ഫാമിലി ആയിട്ടും ആയിട്ട് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരാൾ, സുഹൃത്ത് എന്നുള്ള നിലയ്ക്ക്, ഒരു കൺട്രോളർ എന്നുള്ള ഉപരിയിൽ നമ്മളൊരു സുഹൃത്ത് എന്നുള്ള നിലയ്ക്ക് ഞാൻ ഈ പൈസ അപ്പം തന്നെ ബാങ്കിൽ വിളിച്ചിട്ട് നമ്മൾ ഇട്ട് കൊടുത്ത് പിന്നെ പിന്നെ കൊറോണയായി. ഇപ്പോൾ കൊറോണ സമയത്ത് ഓൾറെഡി ഒരാളോട് പൈസ ചോദിക്കുന്നത് ശരിയല്ല. കൊറോണയൊക്കെ കഴിഞ്ഞ് ഇയാൾ വീണ്ടും പടങ്ങൾ ചെയ്യാൻ തുടങ്ങിയ സമയത്ത് ഞാൻ ഈ പൈസ തിരിച്ചു ചോദിച്ചു. അപ്പോൾ ഈ വീടിൻ്റെ പണി നടക്കുക. തിരിച്ചു ചോദിച്ചപ്പോൾ ഇയാൾ തരാം എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ വിളിച്ചാൽ എടുക്കില്ല, മെസ്സേജ് കണ്ട് ഞാൻ റിപ്ലൈ ചെയ്തില്ല. അങ്ങനെ ലാസ്റ്റ് പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞ് വെടിക്കെട്ട് ഇറങ്ങിയിട്ട് തരാമെന്ന് പറഞ്ഞു. ഇത് 20 ലക്ഷം ഒരുമിച്ചല്ലേ കൊടുത്തത്? ഒരുമിച്ചിട്ട് ഇട്ട് കൊടുത്ത്. അങ്ങനെ പിന്നെ വെടിക്കെട്ട് ഇറങ്ങി. അപ്പം ഞാൻ ചോദിച്ചു, അതൊക്കെ പൈസ വേറൊരു ദുബായിൽ നിന്നൊരു ഫണ്ട് വരാനുണ്ട്, എന്നിട്ട് തരാമെന്ന് പറഞ്ഞു. അപ്പം ഞാനിതിങ്ങനെ കുറേ പറഞ്ഞ സമയത്ത് ഞാൻ എന്ത് ചെയ്ത്, ഇടവേള ബാബുച്ചേട്ടൻ്റെ അടുത്ത് ബാബുച്ചേട്ടാ ഈ വീടിൻ്റെ ഫോട്ടോ അയച്ചിട്ട് ഞാൻ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, ബാദുഷ എനിക്ക് ഇങ്ങനെ ഒരു പൈസ തരാണ്ട്, അതൊന്ന് ഇട്ട് തരാം, ഒന്ന് സംസാരിക്കുക ചോദിച്ചു. ബാബുച്ചേട്ടൻ സംസാരിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞ്, ബാദുഷേട്ടൻ ഞാൻ സംസാരിച്ചിട്ടുണ്ട്, തരാണ്ടെന്ന് ബാദുഷ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് പിന്നെ ഇതേപോലെ ബാദുഷേൻ്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങളും കംപ്ലൈൻറ്റുകളും ഉണ്ട്. ഹരീഷ് ഒരു കാര്യം ചെയ്യും, പിന്നെ നല്ല രീതിക്ക് നിന്നിട്ട് ചോദിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞ് എനിക്ക് ഈ പറഞ്ഞ പടത്തിൻ്റെ ഡേറ്റുകളൊന്നും, പിന്നെ ഈ ARMനെ പറ്റിയിട്ട് യാതൊരു വിവരവുമില്ല. ഞാൻ സ്വാഭാവികമായിട്ട് ചിലപ്പം മാറിപ്പോയിണ്ടാവും, ക്യാരക്ടർ മാറിപ്പോയിണ്ടാവും. പിന്നെ കൊറോണ കഴിഞ്ഞ സമയത്ത് പടത്തിൻ്റെ മൂഡേ മാറിയല്ലോ. പിന്നെ ഒരാളൊരു കോമഡി ഒരു ആർട്ടിസ്റ്റ് ആകുമ്പോൾ ചിലപ്പോൾ ഒരു റൗണ്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നിൽക്കും. പക്ഷേ ഒരു അവാർഡ് നൈറ്റിന് ടൊവിനോനെ കണ്ട സമയത്താണ്, ടൊവിയാണ് ചേട്ടൻ നല്ല ആളാണ്, നമ്മളെ പടത്തിൽ വിളിച്ചിട്ട് വന്നല്ലോ എന്ന് ചോദിച്ചപ്പോഴാണ് ചേട്ടന് ഡേറ്റ് ഇല്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ഞെട്ടിന്, അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ. ഞാൻ പറഞ്ഞു, ടൊവി ഇങ്ങനൊരു ബാദുഷയാണ് എനിക്ക് ഡേറ്റ് വിളിച്ചു തന്നത്, പക്ഷേ ബാദുഷേൻ്റെ അടുത്ത് ഞാനായിട്ട് പൈസേൻ്റെ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു, ഇനി അതുകൊണ്ട് മാറ്റിയതാണോ എന്ന്. അപ്പോഴാണ് ഞാൻ ഈ വിവരം അറിഞ്ഞത്. പിന്നെ ഞാൻ ഇപ്പോൾ ഈ ചെറിയ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് പല ആൾക്കാരും വിളിച്ചിട്ടുണ്ട്, ഇങ്ങനെ പറയും, ഇങ്ങനെയായിരുന്നു, ഇങ്ങനെ സംഭവം ഉണ്ടായിരുന്നു, ബാദുഷ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട്.
ശരിക്കും ഒരു വിശ്വാസവഞ്ചന തന്നെയായിരുന്നു അയാളുടെ ഭാഗത്തു നിന്നുണ്ടായത് അല്ലേ? തീർച്ചയായിട്ടും വിശ്വാസവഞ്ചനയാണ്. പിന്നെ നമ്മളൊരു ഒരു ജോലി മുടക്കുക എന്ന് പറഞ്ഞാൽ അത് ശരിയുള്ളൊരു ഏർപ്പാടല്ല. അതിന് ശേഷം പിന്നെ ഈ സംഭവത്തിന് ശേഷം അങ്ങനെ സിനിമകളൊന്നും വന്നിരുന്നില്ലേ? ഇല്ല, ഞാൻ പിന്നെ അതിന് ശേഷം പിന്നെ ഇതുവരെ പടങ്ങൾ ചെയ്തില്ല. നമ്മളിപ്പോഴാണ് പിന്നെ ഹരീഷേട്ടൻ്റെ മധുരക്കണക്ക് എന്ന് പറഞ്ഞ പടം ചെയ്തത്. ഇതെല്ലാം തന്നെ ഈ ബാദുഷ ഇടപെട്ട് മുടക്കുകയായിരുന്നു ഉണ്ടായത്, അല്ലെങ്കിൽ താങ്കൾക്ക് ഡേറ്റ് ഇല്ല, അല്ലെങ്കിൽ താങ്കൾക്ക് ഇപ്പോൾ ബുദ്ധിമുട്ടുകളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മുടക്കുകയാണോ ചെയ്തിട്ടുള്ളത്? അങ്ങനെയാണോ ഈ സിനിമാ ഫീൽഡിൽ നിന്ന് കിട്ടിയൊരു വിവരം കൂടി അങ്ങനെയാണോ? അങ്ങനെയാണ് ഈ ന്യൂസ് വന്നപ്പോൾ എനിക്ക് മറ്റേ AR ഡയറക്ടർ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഹരീഷ് ഭായിക്ക് ഡേറ്റ് ഇല്ല, ഞാൻ ഒരു റെസ്പോൺസും ചെയ്യുന്നില്ല, ഫോൺ എടുക്കുന്നില്ല എന്നാണ് ഇയാൾ പറഞ്ഞതെന്ന് പറഞ്ഞു. നേരിട്ട് താങ്കളുടെ പിന്നെ ഫോണിലേക്ക് വിളിക്കുകയൊന്നും ചെയ്തിട്ടില്ല? അത്തരത്തിൽ പ്രൊഡ്യൂസർമാരോ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കൺട്രോളർമാരോ ഒന്നും വിളിച്ചിട്ടില്ല? കൺട്രോളർമാരാണല്ലോ വിളിക്കുക. അപ്പോൾ ബാദുഷ പിന്നെ പ്രൊഡക്ഷൻ കൺട്രോളർ മാറി ഡിസൈനറായി, അങ്ങനെ പ്രൊഡ്യൂസറായി. അപ്പം ആ പടത്തിൻ്റെ ഡിസൈനറും ബാദുഷയാന്ന് തോന്നുന്നുണ്ട്. അപ്പം ബാദുഷയാണ് ഓൾറെഡി എനിക്ക് വിളിച്ച് ഡേറ്റ് തന്നത്. അപ്പം ഡേറ്റ് തന്ന് ഞാൻ സ്വാഭാവികമായിട്ടും പിന്നെ ഇയാൾ ഇങ്ങനെ ചെയ്യുന്ന ഞാനിത് ചോദിച്ച ഒരാൾക്കൊരു സഹായം ചെയ്തതാണല്ലോ. അപ്പോൾ സഹായം നമ്മളൊരു ആവശ്യം വരുമ്പോൾ തിരിച്ചു തരേണ്ട ഒരു മര്യാദ ഉണ്ടല്ലോ. അത് ചോദിച്ചപ്പം അയാൾ തന്നത് ഇങ്ങനെയാണ്. അമ്മയുടെ നിലപാടെന്താ സംഘടനയുടെ? അപ്പം സംഘടനയിൽ നിന്ന് ഇപ്പം എല്ലാവരും വിളിച്ച് അപ്പം ഒരു മെയിൽ ചെയ്തിട്ട് എല്ലാ ഡീറ്റെയിലും വെച്ചിട്ട് മെയിൽ ചെയ്ത് നമുക്ക് ഇടപെടാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം വിളിച്ചിട്ടുണ്ടായി. ഈ പ്രൊഡ്യൂസർമാരുടെ സംഘടനയിൽ പരാതി കൊടുക്കുക അല്ലെങ്കിൽ ഈ പ്രൊഡക്ഷൻ കൺട്രോളർമാരുടെ കൂട്ടായ്മയൊക്കെ ഉണ്ടാവില്ല, അവിടെ നിങ്ങൾ ഈ വിവരം അറിയിച്ചിരുന്നോ? ഇത് അമ്മയിൽ കൊടുത്തിട്ട് അവരായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് ചെയ്യാമെന്നാണ് പറഞ്ഞത്. ഇനി എന്താ അത് പൈസ എത്രയും പെട്ടെന്ന് കിട്ടണം എന്ന് തന്നെയാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഏറ്റവും അവസാനം ഈ ബാദുഷയെ വിളിച്ചത് എപ്പോഴായിരിക്കും? അവസാനം ഒരു ദിവസം ബാദുഷ എന്നെ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ്, പിന്നെ എടാ ഞാൻ ഭയങ്കര ഇതിലാണ്, എൻ്റെ അടുത്ത് ഒരു 500 രൂപ പോലും എടുക്കാനില്ല, അങ്ങനത്തെ അവസ്ഥയാണെന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ വേറൊരാളെ വിളിച്ച് ചോദിച്ചു, അങ്ങനെ ഒരു സംഭവമുണ്ട്, ബാദുഷ ഭയങ്കര അത് ബാദുഷയല്ല, ഇപ്പോൾ അടുത്തൊരു ഫ്ലാറ്റ് വാങ്ങിയല്ലോ, പ്രിയൻസാറ ഫ്ലാറ്റ് ബാദുഷ വാങ്ങിയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എവിടെയാണ് അത് എനിക്ക് എവിടെയാണ് മറ്റേ എറണാകുളത്താണ്, എവിടെയാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ന്യൂസ് കേട്ടു. അപ്പോഴാണ് അത് കേട്ടപ്പോഴാണ് ഞാൻ ഒന്നും കൂടി ഇയാളെ വിളിച്ച് അപ്പം ഇയാൾ വീണ്ടും ഇത് തന്നെയാണ് പറഞ്ഞുകൊടുക്കുന്നത്. ഇപ്പോൾ താങ്കൾക്കെതിരെ ഇങ്ങനെ ഒരു പ്രചാരണം നടക്കുക, സിനിമയിൽ താങ്കൾക്ക് വരുന്ന അവസരങ്ങൾ നിഷേധിക്കുന്ന രീതിയിലൊരു ഇടപെടൽ, ശക്തമായൊരു ഇടപെടൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് എന്ന് തന്നെയാണോ വിചാരിക്കുന്നത്? ഞാൻ ഇപ്പോൾ ഇത് ന്യൂസ് വന്നേരെ കുറേ അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സും അസോസിയേറ്റ്സും കുറച്ച് കൺട്രോളർമാരൊക്കെ എന്നെ വിളിച്ചിട്ടുണ്ടായി. ഇങ്ങനെ ഹരീഷ് പറഞ്ഞത് നന്നായി, ഇത് പറയണം, ഇത് പറയാൻ വൈകിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ സിനിമാ മേഖലയിൽ അത്തരത്തിലുള്ള വഞ്ചനകൾ സാധാരണയായിരിക്കും, ഈ ചെക്ക് കേസുകൾ, അതുപോലത്തെ പിന്നെ ബ്ലാങ്ക് ചെക്ക് കൊടുക്കുന്നതൊക്കെ. പക്ഷേ ഇങ്ങനെ പൈസ മേടിച്ചിട്ടൊരു അതൊരു പ്രൊഡ്യൂസറായി ആയത്, ഈ റീസെൻ്റായിട്ട് പ്രൊഡ്യൂസറായതാണ്, അങ്ങനെ ഒരു സംഭവമൊക്കെ യഥാർത്ഥത്തിൽ ആദ്യമായിട്ടായിരിക്കും അല്ല ഇങ്ങനെ ഒരു പിന്നെ വിവാദമാകുന്നതൊക്കെ? തീർച്ചയായിട്ടും ആദ്യമായിട്ടായിരിക്കും തോന്നുന്നുണ്ട്. കാരണം പല ആൾക്കാരും എന്നോട് പറഞ്ഞ് പലരും ഇത് തുറന്ന് പറയാത്തതുകൊണ്ടാണ്, പരീക്ഷയെങ്കിലും ഇത് തുറന്ന് പറഞ്ഞല്ലോ എന്നാണ് പിന്നെ വിളിച്ചിട്ട് എല്ലാവരും പറഞ്ഞത്. ഇതിനിപ്പോൾ എപ്പോൾ കിട്ടും എന്നുള്ള കാര്യത്തിൽ അവധിയോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടോ? ഒന്നും പറഞ്ഞില്ല. ഇപ്പം ബാദുഷ ഒരു ഇൻസ്റ്റാഗ്രാമിലൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ഇതോടുകൂടി ഇതിൻ്റെ അന്ത്യമാണെന്നൊക്കെ പറഞ്ഞിട്ട്. ഒരു ഭീഷണിയായിട്ട് തോന്നിയിട്ടുണ്ട്. ഒരു ഭീഷണിയായിട്ട് മറ്റേ നമ്മളെ 20-ാം നൂറ്റാണ്ടിൻ്റെ ഒരു പോർഷൻ എടുത്തിട്ട് റിലീസായിട്ടിട്ടുണ്ട്. അതിനെന്താ മറുപടി? അല്ല എനിക്കറിഞ്ഞൂടാ, വൈഫ് പേടിച്ചിരിക്കുന്നു, നീ എറണാകുളത്ത് പോയാൽ എന്താ ചെയ്യുമോ എന്നൊക്കെ പേടിച്ചിട്ട്. അല്ല അതൊരു ഭീഷണിയായിട്ട് തന്നെ തോന്നി? അങ്ങനെ ഭീഷണിയായിട്ട് തോന്നി. കാരണം അങ്ങനത്തെ ഒരു ഭീഷണി ഇതിലാണ് ലാലേട്ടൻ്റെ ഒരു പോസ്റ്റ് എടുത്തിട്ട്, സുരേഷ് ഏട്ടനും ലാലേട്ടനുള്ളൊരു പോസ്റ്റ് എടുത്തിട്ട് അത് നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സിനിമാ മേഖലയിലുള്ള ആരെങ്കിലും ഈ വിഷയം ഷെയർ ചെയ്തിരുന്നോ ഇതിന് ശേഷം? ഞാനിപ്പോൾ അത് മറ്റേ കുക്കു പരമേശ്വരൻ ഇവർക്കൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന്, എന്താ വീഡിയോ ഇട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. അതിലിനിയിപ്പോൾ നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകുക അങ്ങനെ എന്തെങ്കിലും? അത് ഞാനിപ്പം ബാങ്കിൽ വിളിച്ച ഒരു സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുന്ന ആളെ സ്റ്റേറ്റ്മെൻറ്റ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ആ സമയത്തുള്ള വിളിച്ചിട്ട്. അപ്പോൾ അത് ഞാൻ അമ്മയിൽ എന്തായാലും കൊടുത്തിട്ട് എന്തായാലും ഇതിന് തീരുമാനം ഉണ്ടാക്കണം. അല്ല ഈ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത് ഭീഷണിയാണെന്ന് പറഞ്ഞുകൊണ്ട് നിയമ നടപടിക്കോ ഒരു പോലീസിൽ പരാതി കൊടുക്കാനോ അങ്ങനെയൊന്നും തീരുമാനിച്ചിട്ടുണ്ടോ? അങ്ങനെയൊന്നും തീരുമാനിച്ചില്ല. ഇനി ഇയാളെന്താ ചെയ്യാന്നുള്ളത് എന്താ സംഘടനയായിട്ട് ആലോചിച്ചിട്ട് അവരെ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. എൻ്റെ അടുത്ത് പറഞ്ഞത് അത് ഇപ്പം ഇത് ഹരീഷിൻ്റെ ഇത് വന്നപ്പം പല ആൾക്കാർക്കും ഇങ്ങനത്തെ വിഷയങ്ങളുണ്ട് എന്നാണ് ഇപ്പോൾ പറഞ്ഞത്. എന്തായാലും നമ്മളെ അടുത്തൊരു സുഹൃത്തിന് ഒരു രൂപ കടം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അയാൾ ശത്രുവായി മാറുന്നത് പുതിയ കാര്യമൊന്നുമല്ല. പക്ഷേ ഹരീഷിനെ സംബന്ധിച്ചിടത്തോളം ഹരീഷ് നമ്മൾ അറിയപ്പെടുന്ന നടനാണ്. അദ്ദേഹത്തിന് 20 ലക്ഷം രൂപ കടം കൊടുത്ത ആളുടെ ഭീഷണിയാണ് അവസാനമായിട്ട്
നേരിടേണ്ടി വന്നൊരവസ്ഥയാണ്. ഇതിനെന്താണ് മറുപടി എന്നുള്ളത് ഇത് സിനിമാ ലോകം തന്നെ ചിന്തിക്കേണ്ട കാര്യമാണ്. ഹരീഷ് ഉൾപ്പെടെ പ്രതിനിധീകരിക്കുന്ന അമ്മ സംഘടനയുടെ ഒരു കൃത്യമായ ഇടപെടൽ കൂടി ഇതിനകത്തുണ്ടാണ്. ക്യാമറാമാൻ അമർജിത്ത് കൽപ്പറ്റയ്ക്കൊപ്പം എസ് വിനേഷ് കുമാർ, അമൃത ന്യൂസ്, കോഴിക്കോട്.